എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും ഈ വിഷയം പരമാവധി എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം അശ്വതി നക്ഷത്രമാണ്. അപകീർത്തിപ്പെടുത്തുവാൻ മറ്റുള്ളവർ ശ്രമിക്കും, സൂക്ഷിക്കുക. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും, കുടുംബ സുഖം ഉണ്ടാകും. വസ്ത്ര ആഭരണാദി നേട്ടങ്ങൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. നിദ്രാഭംഗം അഥവാ ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുജനങ്ങളുമായുള്ള കലഹത്തിനും പ്രശ്നങ്ങൾക്കും ഇന്നേ ദിവസം സാക്ഷിയാകും. ആരോഗ്യപരമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. മുറിവുകളും മറ്റും പറ്റുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പ്രണയബന്ധത്തിന് കുടുംബത്തിൽ നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടാകുന്നതായിരിക്കും. മാനസികമായി വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയായിരിക്കും നിങ്ങൾ കേൾക്കുവാനിട വരിക. എഴുത്തുകുത്തുകൾ അനുകൂലമാകും. രോഗശാന്തി ഉണ്ടാകും. യാത്രകളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സിനിമ, നാടകം തുടങ്ങിയ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ സമയമായിരിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കും. ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. സുഖപ്രദമായ കുടുംബജീവിതം ആയിരിക്കും. സുഹൃത്തുക്കളെ കൊണ്ട് സഹായം ലഭിക്കും. മനസാക്ഷിക്ക് അനുസരിച്ച് പെരുമാറുവാൻ സാധിക്കും. സ്ത്രീകൾക്ക് നല്ല ദിവസമായിരിക്കും. സ്വദേശത്ത് തിരിച്ചെത്തുവാൻ സാധിക്കുന്നതാണ്, വിദേശത്തു നിന്നും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. മാനസിക നിലയിൽ ശാന്തതയുണ്ടാകും. ആപത്തുകളും മറ്റും മാറുന്നതായിരിക്കും. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. ഈശ്വര ആരാധന നടത്തും. അംഗീകാരവും ആദരവും ഉണ്ടാകും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ആത്മവിശ്വാസം കൂടും. തൊഴിലിൽ മേന്മകൾ ഉണ്ടാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ജീവിതത്തിൽ മുന്നേറണമെന്ന മോഹം ജനിക്കുന്നതായിരിക്കും. വിദ്യാവിജയം ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. വിശേഷ വസ്തുക്കൾ ലഭിക്കും. വിദ്യാപരമായി അനുകൂലമായ സാഹചര്യം ആയിരിക്കും. ആഡംബര വസ്തുക്കൾ ശേഖരിക്കുവാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. മധുരമായി സംസാരിക്കുന്നതുകൊണ്ട് അധികാരികൾ സൗമ്യമായ രീതിയിൽ ഇടപെടുന്നതായിരിക്കും. ജീവിതം സുഖകരമായിരിക്കും. എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. ഇഷ്ടഭക്ഷണം ആസ്വദിക്കുവാൻ ഇടവരും. നിദ്രാസുഖം ഉണ്ടാകും. എല്ലാവരാലും ആകർഷിക്കപ്പെടും. മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കും. എല്ലാവരോടും നീതി പുലർത്തുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും. ദൈവാധീനം ഉണ്ടാകും. ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ധനനേട്ടം ഉണ്ടാകും. കുടുംബ സമാധാനം ഉണ്ടാകും. മറ്റുള്ളവർ സഹായിക്കുന്ന അവസ്ഥയും വന്നു ചേരും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ദാമ്പത്യ സുഖം ഉണ്ടാകും. സ്ത്രീകൾ മൂലം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല ആരോഗ്യം, ഇഷ്ടഭക്ഷണ ലഭ്യത, ദാമ്പത്യ സുഖം, തർക്കങ്ങൾക്ക് പരിഹാരം, വാഹനലാഭം, ബിസിനസ്സിൽ പുരോഗതി എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. പൂർവിക സ്വത്ത് ലഭിക്കും. സ്വാർത്ഥത ഒഴിവാക്കുക. ധനലാഭം ഉണ്ടാകും. പുതിയ ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഭൂമി ലാഭം ഉണ്ടാകും. കുടുംബത്തിൽ ഓഹരി പങ്കുവെക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായ ഭിന്നത വന്നുചേരും. ആവേശപൂർവ്വം ജോലികൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. വ്യവഹാര നഷ്ടം ഉണ്ടാകും. ശത്രുഭയം ഉണ്ടാകും. സഹോദരസ്ഥാനീയരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വരവിനേക്കാൾ ചിലവ് അധികരിച്ച് നിൽക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശ്രമം ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരും.
മറ്റുള്ളവരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുത്. അധിക ചെലവും ബുദ്ധിമുട്ടും അനുഭവത്തിൽ വരും. അനാവശ്യമായ ദുർവാശി ഒഴിവാക്കുക. അടുത്തത് അനിഴം നക്ഷത്രമാണ്. രോഗശാന്തി ഉണ്ടാകും. കലഹം പരിഹരിക്കുവാൻ സാധിക്കും. വ്രത അപവാദങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. അധ്യാപകർക്ക് അനുകൂലമായ സമയം. വേഷഭൂഷണാദികളിൽ താൽപ്പര്യം ഉണ്ടാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കർമ്മങ്ങൾ വിജയകരമായി പൂർത്തിയാകും. വിശകലന ബുദ്ധി ഉണ്ടാകും. ഗുരുഭക്തിയും വിനയശീലവും ധനനേട്ടവും ഉണ്ടാകും. ബിസിനസ്സിൽ ധനവർദ്ധനവും ഉണ്ടാകും. ഇഷ്ടമംഗല്യ യോഗം കാണുന്നുണ്ട്. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിദൂരവാസം ഉണ്ടാകും. പൊതുരംഗത്ത് നേട്ടം ഉണ്ടാകും. കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് ശമനം ഉണ്ടാകും. സ്ത്രീകൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അകന്നു നിന്നവർ അനുകൂലികളാകും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ധനാഢ്യനായ സുഹൃത്തിനെ ലഭിക്കും. കീർത്തി ലഭിക്കും. വ്യാപാര ലാഭം ഉണ്ടാകും. വിദ്യാവിജയം ഉണ്ടാകും. വാഹന സുഖം ഉണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന പ്രണയവും മറ്റും പുനരാരംഭിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. വാഹനഭാഗ്യം ഉണ്ടാകും. ഭാര്യാഗുണം ഉണ്ടാകും. ധനലഭ്യതയുണ്ടാകും. കുടുംബപരമായി സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ശത്രുഭയം മാറിക്കിട്ടും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. പലതരത്തിലുള്ള ധനനേട്ടം ഉണ്ടാകും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. കർമ്മരംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. ദൈവികമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും. യാത്രയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മുതിർന്നവരെ കൊണ്ട് സഹായവും ധനപ്രാപ്തിയും ഉണ്ടാകുന്നതായിരിക്കും. യാത്രാ വിജയം ഉണ്ടാകും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. കേസുകളിൽ നിന്നും രക്ഷ. വ്യവഹാര വിജയം ഉണ്ടാകും. കർമ്മപുഷ്ടി ഉണ്ടാകും. കുടുംബാംഗങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അടുത്തതായി ചതയം നക്ഷത്രമാണ്. പ്രശസ്തി, പണമിടപാടുകളിൽ നേട്ടം, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലൂടെ നേട്ടം. കർമ്മരംഗത്തും വ്യക്തിബന്ധത്തിലും കെട്ടുറപ്പ് വർദ്ധിക്കും. ആഗ്രഹങ്ങൾ സഫലമാകുന്നതായിരിക്കും. അടുത്തതായി പൂരുരുട്ട നക്ഷത്രമാണ്. അനാവശ്യമായ കാര്യങ്ങൾക്കായി പണം ചിലവാക്കും. കർക്കശമായ തീരുമാനങ്ങൾ പിന്നീട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അശുഭകരമായ വാർത്തകൾ ശ്രവിക്കേണ്ടി വരും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. സൗന്ദര്യബോധം വർദ്ധിക്കും. പരിശ്രമശീലം കൂടുതലായിരിക്കും. മറ്റുള്ളവരെ വശ്യമായി സംസാരിച്ച് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പരാജയഭീതി ഉണ്ടാകും. പ്രവൃത്തികൾക്ക് അംഗീകാരം കിട്ടില്ല. സ്ത്രീ വിഷയങ്ങളിൽ അകപ്പെട്ട് കലഹത്തിന് സാധ്യത. പലവിധമായ കുഴപ്പങ്ങളിൽ ചെന്നു ചാടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.